ഏവർക്കും നമസ്കാരം. നീലകേശി മഠം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ കർക്കിടകം രാശിയിലെ പുണർദം, കാൽ, പൂയം, ആയില്യം നക്ഷത്ര ജാതരുടെ ജൂലൈ മാസത്തിലെ പൊതുവായ ഫലങ്ങളും ഓരോ നക്ഷത്ര ജാതർക്കും വരുവാൻ പോകുന്ന ഫലങ്ങളുമാണ് പറയുവാൻ പോകുന്നത്. ആയതിനാൽ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും ശ്രമിക്കുമല്ലോ. ഗ്രഹമാറ്റങ്ങൾ അനുസരിച്ച് കർക്കിടകം രാശിക്കാർക്ക് ജൂലൈ മാസം പൊതുവെ വളരെ പ്രധാനപ്പെട്ടതും ചില മേഖലകളിൽ അനുകൂലമായതുമായ ഒരു മാസമായിരിക്കും. സൂര്യനും ബുധനും കർക്കിടക രാശിയിൽ വരുന്നതിനാൽ ആത്മവിശ്വാസവും ആശയവിനിമയ ശേഷിയും വർദ്ധിക്കും. വ്യക്തിപരവും തൊഴിൽപരവുമായ കാര്യങ്ങളിൽ പുരോഗതി പ്രതീക്ഷിക്കാം. ഓരോ ഗ്രഹമാറ്റങ്ങളുടെയും പൊതുവായ സ്വാധീനം എങ്ങനെയായിരിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം പുണർദം, കാൽ, പൂയം, ആയില്യ നക്ഷത്ര ജാതരുടെ ഓരോ മേഖലയിലും എന്തൊക്കെ ഫലങ്ങളാണ് ജൂലൈ മാസം വരുന്നത് എന്ന് നോക്കാം. സൂര്യൻ ജൂലൈ 15 വരെ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നത് ചെലവുകൾക്കും ദൂരയാത്രകൾക്കും വിദേശ ബന്ധങ്ങൾക്കും സാധ്യതയുണ്ട്. ഈ സമയത്ത് രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ ശ്രദ്ധ ആവശ്യമാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ നൽകുന്നത് നല്ലതായിരിക്കും. അനാവശ്യമായ വാദപ്രതിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനും ശ്രമിക്കുക. ജൂലൈ 16 മുതൽ സൂര്യൻ കർക്കിടകത്തിലേക്ക് വരുന്നത് വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും ശക്തിപ്പെടുത്തും. പൊതുരംഗത്തും തൊഴിൽ രംഗത്തും കഴിവുകൾ അംഗീകരിക്കപ്പെടുവാൻ സാധ്യത കൂടുതലാണ്. ആരോഗ്യകാര്യങ്ങളിൽ അലട്ടിയിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസം ലഭിക്കും. ബുധൻ ജൂലൈ 2 മുതൽ ജൂലൈ 25 വരെ കർക്കിടക രാശിയിൽ വരുന്നത് ആശയവിനിമയത്തിന് പ്രാധാന്യം നൽകും. സംസാരത്തിൽ വ്യക്തതയും ആകർഷണീയതയും ഉണ്ടാകും. പഠന കാര്യങ്ങളിലും പുതിയ അറിവുകൾ നേടുന്നതിലും താല്പര്യം വർദ്ധിക്കും. ഔദ്യോഗിക കാര്യങ്ങളിൽ പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കുവാൻ നല്ല സമയമാണ്. എന്നാൽ ചില സമയങ്ങളിൽ അമിതമായ ചിന്തകൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നുണ്ട്. ജൂലൈ 26 വരെ ശുക്രൻ ഇടവം രാശിയിൽ നിൽക്കുന്നത് സാമ്പത്തിക കാര്യങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും അനുകൂല ഫലങ്ങൾ നൽകും. സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകും. സാമൂഹികമായ ഇടപെടലുകൾ വഴി ലാഭം പ്രതീക്ഷിക്കാം. ജൂലൈ 26 ശേഷം ശുക്രൻ മിഥുനത്തിലേക്ക് മാറുന്നത് ചിലവുകൾ വർദ്ധിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. വിനോദങ്ങൾക്കും ആഡംബരങ്ങൾക്കും പണം ചെലവഴിക്കുവാൻ പ്രവണത കാണിച്ചേക്കാം. എങ്കിലും കലാപരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും ചെയ്യും. ജൂലൈ 28 വരെ ചൊവ്വ ചിങ്ങത്തിൽ നിൽക്കുന്ന സമയത്ത് സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ഊർജം കാണിക്കും. ധനം സമ്പാദിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാകും. ചിലപ്പോൾ അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നുണ്ട്. അതിനാൽ സംസാരത്തിൽ ശ്രദ്ധിക്കുക. വ്യാഴം മിഥുനത്തിൽ തുടരുന്നത് ചിലവുകൾ വർദ്ധിപ്പിക്കുകയും വിദേശ യാത്രകൾക്കും സാധ്യത കാണുന്നുണ്ട്. ആത്മീയപരമായ കാര്യങ്ങളിലും ധർമ്മപരമായ കാര്യങ്ങളിലും താല്പര്യം വർദ്ധിക്കും. അപ്രതീക്ഷിതമായ ചില ചിലവുകൾ കടന്നു വരുവാൻ ചാൻസ് ഉണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളിലും ശ്രദ്ധ നൽകേണ്ടി വരും. ശനി മീനം രാശിയിൽ തുടരുന്നതിൽ ഉന്നത വിദ്യാഭ്യാസം, ആത്മീയപരമായ കാര്യങ്ങൾ, ദൂരയാത്രകൾ എന്നിവയിൽ ശനി സ്വാധീനം ചെലുത്തും. ഭാഗ്യം, പിതാവ്, ഗുരുക്കന്മാർ എന്നിവരുമായുള്ള ബന്ധത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും. ചില ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. ദീർഘകാല ലക്ഷ്യങ്ങളിൽ നിന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഗുണം ചെയ്യും. രാഹു കുംഭം രാശിയിൽ തുടരുന്നത് ദാമ്പത്യ ബന്ധങ്ങളിലും പങ്കാളിത്ത ബിസിനസ്സുകളിലും പ്രധാനപ്പെട്ട മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. പങ്കാളിയുമായുള്ള ബന്ധത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കുവാൻ വ്യക്തമായ ആശയവിനിമയം ആവശ്യമാണ്. പുതിയ പങ്കാളിത്തങ്ങൾ ഉണ്ടാകാം. എന്നാൽ അവയെക്കുറിച്ച് നന്നായി പഠിക്കുക. ശേഷം മാത്രം അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക. ജൂലൈ 27 വരെ കേതു ചിങ്ങത്തിൽ നിൽക്കുന്ന സമയത്ത് സംസാരത്തിൽ അല്പം പരുഷത വരുവാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ്. ജൂലൈ 28 ശേഷം യാത്രകളെയും സഹോദരങ്ങളുമായുള്ള ബന്ധങ്ങളെയും ബാധിക്കാം. ആത്മീയ കാര്യങ്ങളിലും ഏകാന്തതയിലും താല്പര്യം വർദ്ധിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. പുണർദം നക്ഷത്ര ജാതരുടെ ജൂലൈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. പുണർദം നക്ഷത്ര ജാതർക്ക് ജൂലൈ മാസം തൊഴിൽപരമായി ആശയവിനിമയത്തിനും പുതിയ പഠനങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന സമയമാണ്. ജൂലൈ 15 വരെ സൂര്യൻ ജോലിയിൽ ചില അപ്രതീക്ഷിതമായ ചിലവുകൾക്കോ അല്ലെങ്കിൽ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളിലോ ശ്രദ്ധ നൽകേണ്ടി വരും. ഈ സമയത്ത് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ്. ജൂലൈ 16 മുതൽ സൂര്യൻ ആത്മവിശ്വാസവും ഊർജവും വർദ്ധിപ്പിക്കും. പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുവാനും നേതൃത്വപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും നല്ല സമയമാണ്. തൊഴിൽ രംഗത്ത് കഴിവുകൾ ശ്രദ്ധിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. ബുധന്റെ സ്വാധീനം ആശയവിനിമയ ശേഷി മെച്ചപ്പെടുത്തും. സംസാരം, എഴുത്ത്, അവതരണങ്ങൾ എന്നിവയിൽ തിളങ്ങുവാൻ സാധിക്കും.
പുതിയ പഠനങ്ങൾക്ക് അല്ലെങ്കിൽ സെൽഫ് ഇംപ്രൂവ്മെന്റിന് ഈ സമയം ഉപയോഗിക്കാം. സഹപ്രവർത്തകരുമായി മേലധികാരികളുമായി നല്ല ബന്ധത്തിലായിരിക്കും. വ്യാഴം മിഥുനത്തിൽ തുടരുന്നത് ചില അപ്രതീക്ഷിതമായ തൊഴിൽ മാറ്റങ്ങൾക്കോ അല്ലെങ്കിൽ അധിക ചിലവുകൾക്കോ കാരണമായേക്കാം. പുതിയ അവസരങ്ങൾ തേടുന്നവർക്ക് വിദേശവുമായി ബന്ധപ്പെട്ട സാധ്യതകൾ കാണുന്നുണ്ട്. രാഹു കുംഭത്തിൽ നിൽക്കുന്നത് കൂട്ടായ പ്രോജക്റ്റുകളിലോ പങ്കാളിത്തത്തിലോ ശ്രദ്ധ നൽകേണ്ടതിന്റെ പ്രാധാന്യം കാണിക്കുന്നുണ്ട്. പുതിയ ബിസിനസ് ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. കുടുംബപരമായ കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ ചിലവുകൾക്ക് കാരണമായേക്കാം. കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്തുമ്പോൾ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക. ജൂലൈ 16 മുതൽ സൂര്യൻ കർക്കിടക രാശിയിലേക്ക് വരുന്നത് കുടുംബത്തിൽ നിങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കും. കുടുംബപരമായ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവ് മെച്ചപ്പെടുത്തും. കുടുംബാംഗങ്ങളുമായി കൂടുതൽ അടുത്തിടപഴകുവാൻ അവസരം ലഭിക്കും. രാഹുവിന്റെ സ്ഥിതി ദാമ്പത്യ ബന്ധങ്ങളിലും മറ്റ് പ്രധാനപ്പെട്ട ബന്ധങ്ങളിലും ചില അനിശ്ചിതത്വങ്ങൾ വരുത്തുവാൻ സാധ്യതയുണ്ട്. പങ്കാളിയുമായുള്ള ബന്ധത്തിൽ ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമാണ്. തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുവാൻ തുറന്ന് സംസാരിക്കുക. പുണർന്ന നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം ആരോഗ്യത്തിൽ ശ്രദ്ധയും വിദ്യാഭ്യാസത്തിൽ പുരോഗതിയും ബിസിനസ്സിൽ പുതിയ പങ്കാളിത്ത സാധ്യതകളും നൽകുന്നുണ്ട്. സൂര്യൻ ജൂലൈ 15 വരെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. പ്രത്യേകിച്ച് വയറുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ, ഉറക്കക്കുറവ് എന്നിവ ശ്രദ്ധിക്കുക. ജൂലൈ 16 മുതൽ ആരോഗ്യത്തിൽ പുരോഗതിയും ഊർജ്ജസ്വലതയും നൽകും. വ്യായാമം ശീലമാക്കുന്നത് നല്ലതായിരിക്കും. ബുധൻ കർക്കിടകത്തിൽ നിൽക്കുന്നതിനാൽ പഠനത്തിൽ നല്ല ശ്രദ്ധയും ഗ്രാഹ്യശക്തിയും ഉണ്ടാകും. പുതിയ വിഷയങ്ങൾ പഠിക്കാനും നന്നായി പ്രകടനം നടത്താനും നല്ല സമയമാണ്. വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കും. രാഹുവിന്റെ സ്വാധീനം പുതിയ ബിസിനസ് പങ്കാളിത്തങ്ങൾക്കോ അല്ലെങ്കിൽ നിലവിലുള്ള പങ്കാളിത്തത്തിൽ മാറ്റങ്ങൾക്കോ സാധ്യതയുണ്ട്. പുതിയ കരാറുകളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷ്മത പാലിക്കുക. അമിത വിശ്വാസം ഒഴിവാക്കുക. പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളിൽ ശ്രദ്ധേയമായ വളർച്ച പ്രതീക്ഷിക്കാം. ജൂലൈ മാസം പ്രത്യേകിച്ചും മാസത്തിന്റെ രണ്ടാം പകുതിയിൽ വ്യക്തിപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും നല്ല സമയമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. അമിതമായ ചിലവുകൾ ഒഴിവാക്കുക. ദാമ്പത്യ ബന്ധങ്ങളിലും പങ്കാളിത്തങ്ങളിലും വിട്ടുവീഴ്ച മനോഭാവം പുലർത്തുന്നത് നല്ലതാണ്. കുടുംബ ബന്ധങ്ങളിൽ സ്നേഹവും സമാധാനവും നിലനിർത്തുവാൻ ശ്രമിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ നൽകുന്നത് ഈ മാസത്തെ ഫലങ്ങൾ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും. ഇനി പൂയം നക്ഷത്രജാതരുടെ ജൂലൈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. പൂയം നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം തൊഴിൽപരമായി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും കഴിവ് തെളിയിക്കാനുമുള്ള അവസരങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ജൂലൈ 15 വരെ സൂര്യന്റെ സ്ഥാനം ജോലിയിൽ കരുതലെടുക്കുന്നത് ഗുണകരമാണ്. ഈ സമയത്ത് കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടവ അങ്ങനെ തന്നെ സൂക്ഷിക്കുക. ജൂലൈ 16 മുതൽ പ്രൊഫഷണൽ ജീവിതത്തിൽ തെളിച്ചം നൽകും. മേലധികാരികളിൽ നിന്ന് അംഗീകാരം ലഭിക്കാനോ പുതിയ ചുമതലകൾ ലഭിക്കുവാനോ സാധ്യതയുണ്ട്. പരിശ്രമങ്ങൾ വിജയകരമാകും. ജൂലൈ 2 മുതൽ 25 വരെ ബുധൻ അനുകൂലമായതിനാൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെയും വിശകലന ശേഷിയും മെച്ചപ്പെടുത്തും. ഇത് ജോലിയിലെ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സഹായിക്കും. സാങ്കേതികപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. കുജൻ ധനപരമായ കാര്യങ്ങളിലും വരുമാനം വർദ്ധിക്കുന്നതിലും കൂടുതൽ ഊർജം നൽകും. ജോലിയിൽ കൂടുതൽ ആവേശത്തോടെയും ധൈര്യത്തോടെയും മുന്നോട്ട് പോകാനാകും. എന്നാൽ സംസാരത്തിൽ മിതത്വവും എടുത്തുചാട്ടവും ഒഴിവാക്കുക. ശനിയുടെ സ്ഥാനം ദീർഘകാലമായ തൊഴിൽ ലക്ഷ്യങ്ങൾ കേന്ദ്രീകരിക്കുവാൻ പ്രേരിപ്പിക്കും. ഉയർന്ന പഠനം അല്ലെങ്കിൽ പുതിയ കോഴ്സുകൾ എന്നിവയിൽ തൽപരരായവർക്ക് ഈ സമയം നല്ലതാണ്. പൂയം നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം കുടുംബത്തിൽ സന്തോഷകരമായ അനുഭവങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉണ്ടാകുന്ന സമയമാണ്. ജൂലൈ 15 വരെ സൂര്യൻ കുടുംബപരമായ കാര്യങ്ങളിൽ ചില ഒളിഞ്ഞുകിടക്കുന്ന പ്രശ്നങ്ങളെയോ അല്ലെങ്കിൽ അനാവശ്യമായ ചിന്തകളെയോ സൂചിപ്പിക്കുന്നു. ഈ സമയത്ത് അനാവശ്യമായ ആശങ്കകൾ ഒഴിവാക്കുക. ജൂലൈ 16 മുതൽ കുടുംബത്തിൽ നേതൃത്വ ഗുണം പ്രകടമാക്കുവാൻ സഹായിക്കും. കുടുംബപരമായ കാര്യങ്ങളിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടുവാൻ സാധിക്കും. കുടുംബത്തിലെ കുട്ടികളുടെ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുവാൻ സാധിക്കും. കുടുംബ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകാം. എങ്കിലും സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുകയും അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണം. ശനി മീനത്തിൽ തുടരുന്നത് കുടുംബത്തിലെ മുതിർന്നവരുമായുള്ള ബന്ധത്തിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകും. പിതാവുമായോ അല്ലെങ്കിൽ പിതൃതുല്യരുമായും അതുപോലെ ഗുരുതുല്യരുമായുമുള്ള ബന്ധത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. സൂര്യൻ ജൂലൈ 15 വരെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്നു. നടു, വലതുകാൽ ഇവ പരമായി ശ്രദ്ധ കൊടുക്കുക. വിശ്രമത്തിന് പ്രാധാന്യം നൽകുക. ജൂലൈ 16 മുതൽ സൂര്യൻ കർക്കിടക രാശിയിലേക്ക് വരുന്നത് പൊതുവായ ആരോഗ്യനില മെച്ചപ്പെടുത്തും. പുതിയ ഊർജം അനുഭവപ്പെടുന്നതാണ്.
ബുധൻ കർക്കിടകത്തിൽ നിൽക്കുന്നത് പഠനത്തിൽ കൂടുതൽ വ്യക്തതയും ഏകാഗ്രതയും നൽകും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അനുകൂല സമയമാണ്. പഠന കാര്യങ്ങളിൽ ഗുരുക്കന്മാരുടെ പിന്തുണ ലഭിക്കും. ചൊവ്വയുടെ സ്ഥാനം ബിസിനസ്സിൽ ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. പുതിയ നിക്ഷേപങ്ങളെ കുറിച്ച് ആലോചിക്കാം. സാമ്പത്തികമായ ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് ബിസിനസ് വളർച്ചയ്ക്ക് സഹായകമാകും. ലാഭം വർദ്ധിപ്പിക്കുവാൻ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതാണ്. ഇനി ആയില്യം നക്ഷത്ര ജാതരുടെ ജൂലൈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ആയില്യം നക്ഷത്ര ജാതർക്ക് ജൂലൈ മാസം തൊഴിൽപരമായി പുതിയ പരിശ്രമം വേണ്ടി വരികയും അവയെ അതിജീവിക്കുന്നതിലൂടെയുള്ള വളർച്ചയും പ്രതീക്ഷിക്കാം. ജൂലൈ 15 വരെ സൂര്യൻ തൊഴിൽപരമായ കാര്യങ്ങളിൽ ചില അനാവശ്യമായ ആശയക്കുഴപ്പങ്ങൾക്കോ അല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങൾക്കോ വഴിവെക്കും. ഈ സമയത്ത് എല്ലാ കാര്യങ്ങളിലും കൂടുതൽ വ്യക്തത വരുത്തുവാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. ജൂലൈ 16 മുതൽ പുതിയ ഉത്തരവാദിത്തങ്ങളും സമ്മർദ്ദങ്ങളും നൽകിയേക്കും. എങ്കിലും ഇത് കഴിവുകൾ തെളിയിക്കുവാനുള്ള അവസരമായി മാറ്റുവാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. പൊതുരംഗത്ത് കൂടുതൽ ശ്രദ്ധ ലഭിക്കും. ആയില്യം നക്ഷത്രത്തിന്റെ അധിപനായ ബുധൻ നിങ്ങളുടെ ചിന്താശേഷിയെയും പ്രശ്ന പരിഹാര ശേഷിയെയും ശക്തിപ്പെടുത്തും. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുവാൻ ഇത് സഹായിക്കും. കരിയറിൽ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുവാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. ജൂലൈ 26 വരെ ശുക്രൻ സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾക്കോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ബന്ധങ്ങളിൽ നിന്നുള്ള പിന്തുണയ്ക്കോ വഴിയൊരുക്കും. മാസാവസാനം ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. കേതുവിന്റെ സ്വാധീനം സാമ്പത്തിക കാര്യങ്ങളിലും ആശയവിനിമയത്തിലും ചില അനിശ്ചിതത്വങ്ങൾ നൽകിയേക്കും. ജോലിയിൽ അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക. മാസാവസാനം പുതിയ പഠനങ്ങളിൽ താല്പര്യം വരും. ബുദ്ധിപരമായും തന്ത്രപരമായും കാര്യങ്ങളെ സമീപിക്കുന്നത് തൊഴിൽപരമായ വെല്ലുവിളികളെ അതിജീവിക്കുവാൻ സഹായിക്കും. സംസാരത്തിൽ ശ്രദ്ധിക്കുന്നതും നന്നായിരിക്കും. ആയില്യം നക്ഷത്രക്കാർക്ക് ജൂലൈ 15 വരെ കുടുംബപരമായ കാര്യങ്ങളിൽ ചില ആശയക്കുഴപ്പങ്ങൾക്കോ അല്ലെങ്കിൽ അനാവശ്യമായ യാത്രകൾക്കോ കാരണമാകും. കുടുംബാംഗങ്ങളുമായി തുറന്ന് സംസാരിക്കുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുവാൻ സഹായിക്കും. ജൂലൈ 16 മുതൽ കുടുംബത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകും. എങ്കിലും ചില സമയങ്ങളിൽ അമിതമായ ആധിപത്യ പ്രവണത ഒഴിവാക്കുന്നത് ഗുണകരമാണ്. കുടുംബപരമായ കാര്യങ്ങളിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ ഈ സമയം നല്ലതാണ്. ബുധൻ നിങ്ങളുടെ രാശിയിൽ നിൽക്കുന്നത്, അതായത് കർക്കിടക രാശിയിൽ നിൽക്കുന്നത് കുടുംബാംഗങ്ങളുമായുള്ള ബന്ധത്തിൽ ബുദ്ധിപരമായ സമീപനം സ്വീകരിക്കുവാൻ സഹായിക്കും. കുടുംബ പ്രശ്നങ്ങളെ യുക്തിപരമായി കൈകാര്യം ചെയ്യുവാൻ ശ്രമിക്കുക. ജൂലൈ 26 വരെ ശുക്രന്റെ സ്വാധീനം വരുന്നതിനാൽ കുടുംബത്തിൽ സന്തോഷവും സാമ്പത്തികപരമായ നേട്ടങ്ങളും നൽകും. സുഹൃത്തുക്കളോടൊപ്പം കുടുംബപരമായ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കും. മാസാവസാനം ചില ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. ആയില്യം നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം ആരോഗ്യത്തിൽ ശ്രദ്ധയും വിദ്യാഭ്യാസത്തിൽ ബുദ്ധിപരമായ മികവും ബിസിനസ്സിൽ തന്ത്രപരമായ നീക്കങ്ങളും ആവശ്യപ്പെടുന്ന സമയമാണ്. സൂര്യൻ ജൂലൈ 15 വരെ ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. ഉദരം, സ്കിൻ, വായ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരാതെ നോക്കുക. ജൂലൈ 16 മുതൽ ശാരീരികവും മാനസികവുമായ ഊർജം വർദ്ധിപ്പിക്കും. എന്നാൽ അമിതമായി ജോലി ചെയ്യുന്നത് ഒഴിവാക്കുക. ബുധൻ കർക്കിടകം രാശിയിൽ നിൽക്കുന്നത് പഠനത്തിൽ മികച്ച ബുദ്ധിശക്തിയും കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവും നൽകും. ഗവേഷണം, വിശകലനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന വിഷയങ്ങളിൽ തിളങ്ങുവാൻ സാധിക്കും. പുതിയ അറിവുകൾ നേടാൻ താല്പര്യം വർദ്ധിക്കുന്നതാണ്. ശുക്രൻ ജൂലൈ 26 വരെ ബിസിനസ്സിൽ സാമ്പത്തികമായ ലാഭത്തിനും സാമൂഹിക പിന്തുണയ്ക്കും വഴിയൊരുക്കും. പുതിയ ബിസിനസ് ആശയങ്ങൾ പങ്കാളികളുമായി ചർച്ച ചെയ്യാൻ നല്ല സമയമാണ്. മാസാവസാനം ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. അതിനാൽ സാമ്പത്തികമായി ഒരു ബഡ്ജറ്റ് വയ്ക്കുന്നത് നന്നായിരിക്കും. കേതുവിന്റെ സ്ഥിതി ധനപരമായ കാര്യങ്ങളിൽ ജാഗ്രത നൽകുന്നത് നന്നായിരിക്കും. പ്രശ്ന പരിഹാരാർത്ഥം ശ്രീകൃഷ്ണസ്വാമിക്ക് തൃക്കൈ വെണ്ണ വഴിപാട് നൽകുന്നത് ഏറ്റവും ഗുണകരമാണ്. ജ്യോതിഷത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം പൊതുവായ സൂചനകൾ മാത്രമാണ് നൽകുന്നത്. എന്നാൽ ഗ്രഹങ്ങൾ നല്ല നിലയിലാണെങ്കിൽ പോലും ജാതകത്തിലെ മറ്റ് ചില ദോഷങ്ങൾ കാരണം അതിന്റെ പൂർണ്ണ പ്രയോജനം ലഭിക്കണമെന്നില്ല. ഇത് പലരുടെയും സംശയമായി കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത്. വ്യക്തിപരമായ ജാതകം വിശദമായി പരിശോധിക്കുമ്പോൾ അറിയുവാൻ കഴിയുന്നതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ അധ്യായവുമായി വരും വരെ നന്ദി, നമസ്കാരം.